നമസ്കാരം. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് സിറിയയിൽ നിന്ന് വരുന്നത്. വിമതർ രാജ്യത്ത് പിടിമുറുക്കിയതോടെ സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദ് രാജ്യം വിട്ടതായി വാർത്തകൾ എത്തിയിരുന്നു. പിന്നാലെ വിമാനം തകർന്ന് അസദ് കൊല്ലപ്പെട്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഫൈറ്റർ റഡാർ വെബ്സൈറ്റാണ് വാർത്ത പുറത്തുവിട്ടത്. ഞായറാഴ്ചയാണ് തലസ്ഥാനമായ ദമാസ്കസിലെ എയർപോർട്ടിൽ നിന്ന് വിമാനത്തിൽ അസദ് രാജ്യം വിട്ടത്. ദമാസ്കസ് വിമതർ പിടിച്ചെടുത്തതിന് പിന്നാലെയായിരുന്നു പ്രസിഡന്റ് രാജ്യം വിട്ടതെന്ന് പറയുന്നു. തൊട്ടു പിന്നാലെയാണ് പ്രസിഡന്റ് സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെട്ടെന്ന വിവരം പുറത്തുവരുന്നത്. സിറിയയിൽ വിമത മുന്നേറ്റം തുടരുന്നതിനിടെയാണ് പ്രസിഡന്റ് അസദ് രാജ്യം വിട്ടത്. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് അസദ് മാറിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ അസദ് അഭയം തേടിയ രാജ്യത്തിന്റെ പേരും പുറത്തുവിട്ടിട്ടില്ല. 5 പതിറ്റാണ്ടായി തുടരുന്ന അസദ് കുടുംബത്തിന്റെ ഭരണം അവസാനിപ്പിക്കുകയാണ് വിമത നീക്കത്തിന്റെ ലക്ഷ്യം. രാജ്യത്തെ സുപ്രധാന നഗരങ്ങളെല്ലാം കീഴടക്കിയ വിമതർ തലസ്ഥാനമായ ദമാസ്കസിലേക്ക് കടക്കുന്നതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രസിഡന്റ് രാജ്യം വിട്ടതെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. അസദിന്റെ പതനത്തെ ഒരു യുഗാന്ത്യമെന്നാണ് വിമതർ വിശേഷിപ്പിക്കുന്നത്. അതിനിടെ അധികാരം കൈമാറാൻ സർക്കാർ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി അൽ ജലാലിയും അറിയിച്ചു. ഇതോടെ സിറിയ വിമതരുടെ നിയന്ത്രണത്തിലായി. സൈന്യവും സുരക്ഷാ സേനയും ദമാസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സുരക്ഷാ ചുമതലയിൽ നിന്ന് പിന്മാറിയതായി വാർത്താ ഏജൻസി AFP റിപ്പോർട്ട് ചെയ്യുന്നു. സിറിയൻ തലസ്ഥാനത്തിന്റെ സുപ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് സൈനികർ പിൻവാങ്ങിയതായി ലെബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുമായി അടുത്ത കേന്ദ്രങ്ങൾ AFPയോട് പറയുന്നുണ്ട്. ദമാസ്കസിലേക്ക് തങ്ങളുടെ പോരാളികൾ നീങ്ങുന്നതായി വിമത ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ-ഷാം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സിറിയയിലെ സ്വേച്ഛാധിപത്യ ഭരണത്തിന്റെ പ്രതീകമായ ജയിലിൽ കീഴടക്കിയ വിമതർ സ്വേച്ഛാധിപത്യ യുഗത്തിന് അന്ത്യമായെന്നും പ്രഖ്യാപിച്ചു. നേരത്തെ തന്ത്രപ്രധാനമായ നഗരമായ ഹോംസ് പിടിച്ചെടുത്തതായി വിമതർ അവകാശപ്പെട്ടിരുന്നു. തുടർന്നാണ് തലസ്ഥാനം ലക്ഷ്യമിട്ടും വിമതർ നീങ്ങിയത്. എന്നാൽ ഹോംസ് പിടിച്ചെടുത്തെന്ന വിമതരുടെ അവകാശവാദം സിറിയയിലെ ആഭ്യന്തര വകുപ്പ് തള്ളിയിരുന്നു. അസദ് ഭരണകൂടത്തെ വർഷങ്ങളായി പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള തങ്ങളുടെ സേനയോട് ഹോംസിൽ നിന്ന് പിന്മാറാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോംസിൽ നിന്ന് ലഡാക്കയിലേക്കും ലെബനനിലെ ഹെർമൽ മേഖലയിലേക്കും നീങ്ങാൻ ഹിസ്ബുള്ള തങ്ങളുടെ പോരാളികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിമതർ തലസ്ഥാന നഗരം ലക്ഷ്യമിട്ട് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ വന്നതോടെ ദമാസ്കസ് പരിഭ്രാന്തിയിലാണെന്ന് AFP റിപ്പോർട്ട് ചെയ്യുന്നു. നഗരം ഗതാഗത കുരുക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ആവശ്യ സാധനങ്ങൾ വാങ്ങാനുള്ളതിനാൽ തിക്കും തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ATM കൗണ്ടറുകൾക്ക് മുന്നിലും നീണ്ട ക്യൂ ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജനങ്ങൾ പരിഭ്രാന്തരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദമാസ്കസിന്റെ അതിർത്തിയിൽ സ്ഥാപിച്ചിരുന്ന പ്രസിഡന്റ് അസദിന്റെ പിതാവും മുൻ നേതാവുമായ ഹാഫിസ് അൽ അസദിന്റെ പ്രതിമ പ്രതിഷേധക്കാർ തകർത്തു. മുന്നണിയിൽ നിന്ന് പലായനം ചെയ്ത 100 കണക്കിന് സിറിയൻ സൈനികർക്ക് അഭയം നൽകിയതായി ഇറാഖി സുരക്ഷാ വൃത്തങ്ങൾ AFPയോട് പറഞ്ഞു. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 2000 സൈനികരാണ് ഇറാഖിൽ അഭയം തേടിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സമാധാനപരമായി 13 വർഷം മുമ്പ് ആരംഭിച്ച പ്രക്ഷോഭമാണ് ബാഷർ അൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച വൻ വിമത കലാപമായി വളർന്നത്.